ഹലോ ഫ്രണ്ട്സ്, കഥകളിലേക്ക് കടക്കുന്നതിന് മുമ്പേ പറയാം, ബിജു മേനോൻ്റെയും സംയുക്ത വർമ്മയുടെയും ഫോട്ടോയ്ക്ക് ഇവിടെ എന്താ കാര്യം എന്നല്ലേ? മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരി എന്ന ചെറുകഥയെ ആസ്പദമാക്കിയാണ് ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത് 2000-ൽ പുറത്തിറങ്ങിയ മലയാള സിനിമയാണ് മഴ. സിനിമയ്ക്ക് വേണ്ടി കുറെ കൂട്ടിക്കുറച്ചിലുകൾ കഥയിൽ ഉണ്ടായിരുന്നാലും യഥാർത്ഥ കഥ ഒന്ന് കേട്ടു നോക്കിയാലോ? ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവണേ. 33 വർഷങ്ങൾക്ക് ശേഷം നഷ്ടപ്പെട്ടതെന്തോ തേടിക്കൊണ്ട് കോഴിക്കോട്ട് നിന്നും മധുരയിലേക്കുള്ള യാത്രയിലായിരുന്നു ശസ്ത്രക്രിയാ വിദഗ്ധയായ ഡോക്ടർ സുഭദ്രാദേവി. എന്താണ് തനിക്ക് നഷ്ടപ്പെട്ടത് എന്ന് വല്ലവരും ചോദിച്ചിരുന്നുവെങ്കിൽ ആ ചോദ്യത്തിനു തൃപ്തികരമായ ഒരു മറുപടി പറയാൻ സുഭദ്രയ്ക്ക് കഴിയുമായിരുന്നില്ല. പണ്ടെങ്ങോ ആ നഗരത്തിൽ വെച്ച് അനുഭവിച്ചു തീർത്ത വേദനയെ തേടിയാണോ ഈ മടക്കയാത്ര? ഭർത്താവ് മരിച്ചതിന് ശേഷമാണ് മധുര മീനാക്ഷി ക്ഷേത്രം ദർശിക്കാൻ പോകുന്നത്. അതിനു മുൻപേ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും ഭർത്താവായ ചന്ദ്രശേഖര മേനോൻ പറയുമായിരുന്നു, ഗുരുവായൂർ അമ്പലമുള്ളപ്പോൾ മലയാളികളായ നമുക്ക് മറ്റൊരു ക്ഷേത്രവും ആവശ്യമില്ല. അയാൾ തന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അതുകൊണ്ടാവാം മധുരയെ പറ്റി പറയുമ്പോൾ സുഭദ്രേ, നീ മറ്റൊരാളായി മാറുന്നു എന്ന് പറയുന്നത്. തന്നെ സംഗീതം അഭ്യസിച്ച ബ്രാഹ്മണ യുവാവിനെ പറ്റി സുഭദ്ര അപൂർവമായി മാത്രം സംസാരിച്ചിരുന്നുള്ളൂ. എന്നിട്ടും ആ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ കറുത്ത നിഴൽ അവളുടെയും ഭർത്താവിൻ്റെയും നടുവിൽ വീണു കിടന്നു. ഇടയ്ക്ക് അയാൾ ചോദിക്കുമായിരുന്നു, സത്യം പറയൂ, നീ വല്ലവരുടെയും കാമുകിയായിരുന്നോ? ഭർത്താവിനെ ആശ്വസിപ്പിക്കുവാനായി അവൾ പറഞ്ഞു, വിവാഹിതയാവുന്നതുവരെ ഞാൻ കന്യകയായിരുന്നു. പക്ഷേ കന്യകാത്വം നഷ്ടപ്പെട്ടതാണ് ഒരു ദൗർഭാഗ്യമായി ഞാൻ കരുതുന്നു എന്ന ധ്വനി അവളുടെ സ്വരത്തിൽ നിറഞ്ഞു നിന്നു. ഇവരുടെ ദാമ്പത്യത്തിൽ ഭർത്താവ് തീർത്തും ദുഃഖിതനായിരുന്നു. ഡോക്ടർ സുഭദ്രാദേവിയും ഭർത്താവ് ചന്ദ്രശേഖര മേനോനും ആദർശ ദമ്പതികളാണെന്ന് സുഹൃത്തുക്കളും പരിചിതരും പരസ്യമായി പ്രഖ്യാപിക്കുമ്പോൾ എതിർപ്പോ സന്തുഷ്ടിയോ അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല. ഹൃദയത്തിൻ്റെ അജ്ഞാത കോണിൽ അനുഭവപ്പെട്ട മരവിപ്പോടെ അവൾ ഭർത്താവുമായി ഇണചേർന്നു. ഒന്നിനും പരാതി പറയാതെ ഒരു സവർണ ഹിന്ദു സ്ത്രീയുടെ ഗാർഹിക കടമകൾ രാവും പകലും നിറവേറ്റി. എന്നിട്ടും ഭർത്താവ് പരാതിപ്പെട്ടു, നീ 100% ആത്മാർത്ഥത കാണിക്കുന്നത് നിന്റെ രോഗികളോട് മാത്രമാണ്. എനിക്ക് നിന്റെ രോഗികളോട് അസൂയ തോന്നുന്നു. സുഭദ്രയുടെ ഭർത്താവ് അവളുടെ സ്നേഹരഹിതമായ പെരുമാറ്റത്തെ വിമർശിച്ചു കൊണ്ടിരുന്നുവെങ്കിലും അയാൾ അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു. മാസത്തിൽ ഒന്നിച്ച് ഗുരുവായൂരിലേക്കുള്ള ക്ഷേത്ര ദർശനവും യാചകർക്ക് കൊടുക്കുവാൻ 50 രൂപ നാണയങ്ങളാക്കി കൊടുക്കുകയും തൊഴാനായി ക്യൂ നിൽക്കുമ്പോൾ മറ്റു പുരുഷന്മാരുടെ സ്പർശനത്തിൽ നിന്നും അങ്ങനെ പലതും അവളെ സ്നേഹം നേടിയെടുക്കുവാൻ അയാൾ ചെയ്തുകൊണ്ടേയിരുന്നു. തങ്ങൾക്ക് കുട്ടികളുണ്ടാവാത്തതിൽ ഖേദം പ്രകടിപ്പിച്ചിരുന്ന മേനോൻ ഒടുവിൽ അവളുടെ വന്ധ്യത്വവും അനുഗ്രഹമായി കണ്ടിരുന്നു. കുട്ടികളെ ശ്രദ്ധിക്കുവാൻ നിനക്ക് ഒരിക്കലും സമയം കിട്ടുമായിരുന്നില്ല. നിനക്കെല്ലായ്പ്പോഴും രോഗികളെ പറ്റിയുള്ള ചിന്തയാണ് എന്നായിരുന്നു അയാളുടെ പക്ഷം. അസുഖം വന്ന് കിടപ്പിലായ ഭർത്താവിനെ അവൾ ഉത്തമ ഭാര്യയായി ശുശ്രൂഷിച്ചു. അയാളുടെ മരണശേഷം വെള്ള വസ്ത്രം ധരിക്കുവാനും മറന്നില്ല. ഭർത്താവിൻ്റെ മരണശേഷം തൻ്റെ കൗമാരകാലം ചിലവഴിച്ച മധുരയിലേക്കുള്ള യാത്രയിൽ അവൾ പട്ടുവസ്ത്രങ്ങളും മുത്തുമാലകളും അണിയുവാൻ മറന്നില്ല. യാത്രക്കിടെ അവൾ തൻ്റെ കൗമാരകാലം ഓർത്തെടുത്തു. മധുരയിലെ നേത്രരോഗ വിദഗ്ധനായിരുന്നു സുഭദ്രയുടെ അച്ഛൻ. തൻ്റെ കൂട്ടുകാരികൾ ഒരു രാമാനുജൻ ശാസ്ത്രികളുടെ മഠത്തിൽ സംഗീതം പഠിക്കുവാൻ പോയപ്പോൾ വൈകുന്നേരം അവളും പോയി. തൻ്റെ പ്രിയപ്പെട്ട സ്നേഹിത ജ്ഞാനത്തിൻ്റെ അമ്മാമനാണ് സംഗീതം പഠിപ്പിക്കുന്ന ശാസ്ത്രികൾ. ജ്ഞാനത്തിൻ്റെ കളിയാക്കലുകൾ ഒഴിവാക്കുവാനും സംഗീതം പഠിക്കുവാനുമായി സുഭദ്ര ഇറച്ചിയും മീനും ഒഴിവാക്കി സസ്യബുക്കായി. ഫ്രോക്കുകൾ ഒഴിവാക്കി ജ്ഞാനത്തിനെ പോലെ പാവാടയും ഡാവണിയും ചുറ്റി മുടിയിൽ വൈകുന്നേരം മുല്ലപ്പൂമാല ധരിക്കുകയും
എപ്പോഴും നാവിൽ രാഗങ്ങൾ മൂളി നടക്കുകയും ചെയ്തു. അവളുടെ മാറ്റങ്ങൾ ഓരോന്നും വീട്ടുകാരെ അമ്പരപ്പിച്ചു. എപ്പോഴോ അവൾക്ക് ശാസ്ത്രികൾ അത്രയ്ക്കും പ്രിയപ്പെട്ട ഒരാളായി മാറിക്കഴിഞ്ഞിരുന്നു. ഒരിക്കൽ ശാസ്ത്രികൾ എന്നും കുളിക്കാറുള്ള ക്ഷേത്രക്കുളത്തിൽ സ്നേഹിത ജ്ഞാനത്തിനോടൊപ്പം നീന്തി കുളിക്കുവാൻ ഇറങ്ങിയതും വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്നു. അത് കണ്ട ജ്ഞാനം ഒച്ച വെച്ചപ്പോൾ അദ്ദേഹം നീന്തി വന്നു തന്നെ പൊക്കിയെടുത്തതും ഓർത്തെടുത്തു. തന്നെ മാറോടണച്ച് അദ്ദേഹം നീന്തിയപ്പോൾ തൻ്റെ ശരീരം നീർച്ചുഴികളുടെ സമുദ്രം പോലെയായി. ഊഞ്ഞാലിലിരുന്നു കൊണ്ട് പെട്ടെന്ന് താഴുന്ന പോലെ ഒരു തോന്നൽ അടിവയറ്റിൽ അനുഭവപ്പെട്ടു. അതായിരുന്നു കാമത്തിൻ്റെ ആദ്യത്തെ ആക്രമണം. പൂനൂലൊട്ടിക്കിടക്കുന്ന ആ മാറിടത്തിൻ്റെ സ്പർശനം വീണ്ടും ഏൽക്കുവാൻ അവൾ പലതവണ ആഗ്രഹിച്ചിരുന്നു. വിയർപ്പിൽ നനഞ്ഞ സിന്ദൂരപ്പൊട്ടും ആ കഴുത്തിലെ ഒറ്റ രുദ്രാക്ഷവും അവളുടെ കിനാവുകളിൽ പ്രവേശിച്ചു. വിവാഹിതയായിട്ടും ആ സിന്ദൂരപ്പൊട്ട് സ്മരണയിൽ നിന്നോ സ്വപ്നങ്ങളിൽ നിന്നോ അവൾക്ക് മാഞ്ഞുപോയില്ല. അച്ഛൻ്റെ നിർദ്ദേശത്തിന് വഴങ്ങി ഡോക്ടറാവാൻ പഠിക്കുവാൻ മദ്രാസിൽ പോയി വന്നപ്പോഴേക്കും ശാസ്ത്രികളുടെയും ജ്ഞാനത്തിൻ്റെയും വേളി കഴിഞ്ഞിരുന്നു. പിന്നീട് ഇപ്പോഴാണ് മധുരയിലേക്ക് എത്തിയത്. നീണ്ട വർഷങ്ങൾക്കു ശേഷം നേരെ തന്നെ ശാസ്ത്രികൾ താമസിച്ചിരുന്ന സ്ഥലത്തെത്തി. ആ വീടിൻ്റെ തൊടിയിൽ മുഴുവൻ കാട് പിടിച്ച് കിടക്കുകയാണ്. നടക്കാനുള്ള കുറച്ച് ഭാഗങ്ങളിലായി പൂപ്പലുകളും. പെട്ടെന്നാണ് മുടി നരച്ചു അവശയായ ഒരു വൃദ്ധയെ കണ്ടത്. അത് തൻ്റെ സ്നേഹിത ജ്ഞാനമായിരുന്നു. അവരിൽ നിന്നാണ് അറിഞ്ഞത് തനിക്ക് പ്രിയപ്പെട്ട ശാസ്ത്രികൾ മരിച്ച് 1 വർഷമായി എന്നും ധ്യായാമി രാഗം തനിക്ക് മാത്രമേ ശാസ്ത്രികൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ എന്നും. ഇതേ ചൊല്ലി അവർ തമ്മിൽ തുടക്കത്തിലെ പ്രശ്നങ്ങളുണ്ടായിരുന്നു പോലും. മനസ്സ് തകർന്നടിഞ്ഞ സുഭദ്ര പെട്ടെന്ന് ഹോട്ടലിലെത്താൻ ധൃതിപ്പെട്ടു. ഒന്ന് മനസ്സ് തുറന്ന് പൊട്ടിക്കരയാൻ. ഹോട്ടലിൽ തിരിച്ചെത്തിയ സുഭദ്ര പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ പോയി. ഇന്നു തന്നെ തിരിച്ചു പോവണം. തനിക്ക് സ്വപ്നം കാണുവാനുള്ള കഴിവും ഇന്നോടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരിക്കലെങ്കിലും അദ്ദേഹം നീലാംബരി രാഗം ആലപിക്കുന്നത് കേൾക്കാൻ താൻ എത്ര കാലമായി ആഗ്രഹിച്ചിരുന്നു. മധുര ദേവി സന്നിധിയിൽ എത്തിയപ്പോൾ അവൾ നിയന്ത്രണം വിട്ട് തേങ്ങിക്കരഞ്ഞു. ഞാൻ വിധവയാണ് അമ്മേ. ഒരു വധുവിനെ പോലെ ചമഞ്ഞു നിൽക്കുന്നുവെങ്കിലും ഞാൻ വിധവയാണ്. മാപ്പ് തരിക. പെട്ടെന്നാണ് അവൾ ആ സുപരിചിത സ്വരം കേട്ടത്. സുഭദ്രേ, നീ എപ്പോൾ വന്നു? തിരിച്ചു നോക്കിയപ്പോൾ തൻ്റെ ശാസ്ത്രികൾ സമീപത്ത് നിൽക്കുന്നു. നരകയറിയ ചുരുണ്ട മുടിയും നെറ്റിയിലെ ആ ചന്ദനക്കുറികളും കഴുത്തിലെ ആ ഒറ്റ രുദ്രാക്ഷവും. അവളുടെ മനസ്സ് എന്തിനോ വേണ്ടി തുളുമ്പി. ശാസ്ത്രികളോടുള്ള സംസാരത്തിൽ നിന്നാണ് അറിഞ്ഞത് ജ്ഞാനത്തിന് ഭ്രാന്താണ്. എത്ര ചികിത്സിച്ചിട്ടും യാതൊരു ഭേദവുമില്ല. ക്ഷേത്രത്തിലെ അങ്ങുമിങ്ങുമുള്ള നോട്ടങ്ങളെ ഭയന്ന് അവൾ അയാളെ ഹോട്ടൽ മുറിയിലേക്ക് ക്ഷണിച്ചുവെങ്കിലും ഇങ്ങനെ മറുപടി നൽകി. ഇല്ല സുഭദ്രേ, ഞാൻ നിന്റെ ഹോട്ടലിലേക്ക് വരില്ല. നിന്റെ പേരിനെ കളങ്കപ്പെടുത്തുവാൻ ഞാൻ ഇച്ഛിക്കുന്നില്ല. നമുക്ക് ഓരോരുത്തർക്കും ഓരോ കടമകളുണ്ട്. അവ നിർവഹിക്കുകയാണ് ജീവിത ലക്ഷ്യം. നീ നിന്റെ ഭർത്താവിൻ്റെ സൽപ്പേര് കളഞ്ഞു കുടിക്കരുത്. ഞാൻ ഉന്മാദിയായ ഭാര്യയെ ശുശ്രൂഷിച്ച് ഇവിടെ തന്നെ ജീവിക്കണം. മറ്റൊരു മാർഗവും ഈ ജന്മത്തിൽ നമുക്ക് വിധിച്ചിട്ടില്ല. പെട്ടെന്നൊരു നീലാംബരിയുടെ അലകൾ ഉയർന്നു വന്നു. അതേ നിമിഷത്തിൽ ആകാശത്തിൽ ഒരു വിളർത്ത ചന്ദ്രക്കല പ്രത്യക്ഷപ്പെട്ടതായി സുഭദ്ര കണ്ടു. നന്ദി, നമസ്കാരം കൂട്ടുകാരെ.